ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഞാൻ ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് എന്തൊക്കെ കോപ്രായങ്ങളെ കാട്ടി കൂട്ടുന്നതല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ താരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാർഡ്ബോർഡാണ്. ഈ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു കിഡിലൻ കിടുക്കാച്ചി കിട്ടു ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂട്ടർക്ക് മനസ്സിലാക്കാനായിരിക്കും ഞാൻ എന്താണ് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. അവർ ജസ്റ്റ് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കുക. അപ്പം നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഞാനിവിടെ ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. സർക്കിളോ ട്രയാങ്കിളോ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വെട്ടിയെടുക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു വെട്ട് കഷ്ണം ഒരു കട്ട് പീസ് എടുക്കുന്നുണ്ട്, ചുരിദാറിൻ്റെ ഒരു കട്ട് പീസ്. അപ്പം ഞാനിപ്പം നിങ്ങൾക്കിപ്പം ഈ അമ്മമാരുടെയൊക്കെ ബ്ലൗസൊക്കെ കൊച്ചു കൂട്ടുകാർ അമ്മമാരുടെയൊക്കെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കുമ്പോൾ അതിനോട് കിട്ടുന്ന കട്ട് പീസുകളൊക്കെ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ അതോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ കട്ട് പീസുകളോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പശ എന്ന് പറഞ്ഞേക്കുന്നത് ഫെവി ബോണ്ടിൻ്റെ പശയാണ്. അതിൻ്റെ ആയുസ് മൊത്തം തീർന്നതാണ്, എന്നാൽ ഞാൻ വിട്ടിട്ടില്ല. വീണ്ടും അതിങ്ങനെ ഞെക്കി 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 ചാടിച്ച് പശയെല്ലാം നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെ ജീവൻ വരെ ഞാൻ എടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പശ വെച്ച് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബാക്ക് വശം നല്ല രീതിയിൽ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ടൊന്ന് കൊടുക്കുക. അപ്പോൾ വലിയ കൂട്ടുകാർ അങ്ങനെ ചെയ്യുക, ചെറിയ കൂട്ടുകാരത് കാണുന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചാൽ കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഗ്ലൂ സ്റ്റിക്കിൻ്റെ പശ വെച്ചും ഫെവി സ്റ്റിക്കിൻ്റെ പശ വെച്ചും ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒട്ടി കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ ആ പശ വെച്ച് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഫെവി ബോണ്ടിൻ്റെ പശ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ല. നമ്മൾ കൈയൊക്കെ ഏകദേശം അഴുക്കാവും, എന്നാലും നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകിയത് പോകും, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഇതുപോലെ എൻ്റെ ബാക്ക് വശം നല്ല രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ സെക്കൻഡ് പീസും നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ ഒട്ടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആവശ്യമില്ലാത്ത പോർഷൻസ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന നൂലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കയറ്റി അങ്ങ് കട്ട് ചെയ്ത് കരുതുക, കാരണം കയറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലത്തെ ആ ഒരു നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന അതൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കയറ്റി കട്ട് ചെയ്യാതെ നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ സെക്കൻഡ് പീസും ഇതുപോലെ ഒട്ടിച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലൂ സ്റ്റിക്കിൻ്റെ പശ വെച്ചിട്ടാണ് ചെയ്യുന്നത്, കാരണം മറ്റേ പശയാണെങ്കിൽ തീർന്നു പോയായിരുന്നു. അപ്പം ഞാൻ ഫെവി സ്റ്റിക്കിൻ്റെ പശ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല പശ എന്ന് പറഞ്ഞേക്കുന്നത് ഫെവി ബോണ്ടിൻ്റെ പശയാണ്. പിന്നെ നമ്മൾ ജ്വല്ലറി മേക്കിന് ഉപയോഗിക്കുന്ന ഒരു പശയുണ്ടല്ലോ, ആ പശയുമാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഫാബ്രിക് ഗ്ലൂ ഒക്കെ ആണെങ്കിൽ ഞാൻ ഒട്ടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. കുറച്ച് കൂട്ടുകാർക്ക് അത് ശരിയാവുന്നുണ്ടായിരിക്കും, പക്ഷേ എനിക്കത് അങ്ങോട്ട് നല്ല രീതിയിൽ തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ഇതുപോലെ എൻ്റെ ബാക്ക് വശം എല്ലാം ഒട്ടിച്ചെടുക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്, അതുപോലെ തന്നെ പൊന്തി നിൽക്കുന്ന നൂലുകളെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൊട്ടിപ്പോയ കമ്മലുകളുണ്ടല്ലോ, അപ്പം നമ്മുടെ കയ്യിൽ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള പൊട്ടിപ്പോയ കമ്മലുകൾ കാണുമായിരിക്കും. ആ കമ്മലൊക്കെ ഇനി യൂസ് ചെയ്യാൻ പറ്റാത്ത കമ്മലുകളെയും ആ കമ്മലുകളൊക്കെ ജസ്റ്റ് നമ്മൾ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു സ്റ്റഡിൻ്റെ പോർഷനും ഒരു ജിമിക്കയുമാണ്. അപ്പോൾ അങ്ങനെ 4 സ്റ്റഡിന് 2 ജിമിക്കയും ഒരു സ്റ്റഡിൻ്റെ പോർഷൻ ഞാൻ 2 സ്റ്റഡിൻ്റെ പോർഷൻ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ആദ്യത്തെ ഐഡിയ എന്ന് പറഞ്ഞേക്കുന്നത് ആ ഒരു സ്റ്റഡ് ഇതുപോലെ കയറ്റിയിട്ട് ജംപറിങ് വെച്ചിങ്ങനെ അറ്റാച്ച് ചെയ്യാനായിരുന്നു. താഴെ നമുക്ക് ജിമ്മൊക്കെ ജസ്റ്റ് ജംപറിങ് വെച്ച് അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു സൈഡിലത്തെ അതിൻ്റെ പുറയിലത്തെ ആ ഒരു ഹോളുണ്ടല്ലോ, ആ ഒരു ഹുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം ഒടിഞ്ഞു പോയി. അപ്പം പിന്നെ ഞാൻ അത് ആ ഒരു പ്ലാൻ എ അങ്ങ് മാറ്റിയിട്ട് പ്ലാൻ ബിയിലോട്ട് പോയി. പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ആ ഒരു സ്റ്റഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഇട്ട ഒരു ഹോളുണ്ടല്ലോ, ഞാൻ താഴെയും മേളിലും ഹോൾ ഇട്ടായിരുന്നു, ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ താഴെയും മേളിലും ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ജംപറിങ് വെച്ചിട്ട് ജിമിക്കും സ്റ്റഡും കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ ആ മണ്ടയ്ക്കത്തെ ഹോളിൽ കൂടെ സ്റ്റഡിൻ്റെ ബേസ് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു പശ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഫെവി സ്റ്റിക്ക് ആകുമ്പോഴും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ഒട്ടിയങ്ങിരുന്നോളും. പക്ഷെ അതിലും ബെറ്റർ നല്ല രീതിയിൽ ഫെവി ബോണ്ടാണ്, കാരണം അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നല്ല രീതിയിൽ ഒട്ടിയിരുന്നോളും, അത് എത്ര വലിച്ചെന്ന് പറഞ്ഞാലും അത് വരത്തില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ അനബോണ്ടിൻ്റെ പശയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം, കാരണം കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഡാമേജ് ആയിരിക്കും.
അപ്പോൾ നമ്മൾ ആ ഒരു പശ ഉപയോഗിക്കാതെ ഫെവി ബോണ്ടിൻ്റെ പശ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സംഭവം ഒടിഞ്ഞു പോയത് കൊണ്ട് ഞാൻ ആ ഒരു ഹോള് വലുതാക്കിയിട്ട് അതിനകത്തോട്ട് ആ ഒരു സ്റ്റഡ് അങ്ങ് നേരെ കയറ്റി കൊടുക്കുകയാണ്. പുറകിൽ കുറച്ച് പശയും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ആട്ടോ ചെയ്തത്. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മടക്കിയപ്പോൾ ഒരു ഇയറിങ്ങിൻ്റെ ആ ഒരു പോർഷന് പോയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇയറിങ് ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡും ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.